ക്ലാസ്സിലെ മിസ്സിൻ്റെ കുഞ്ഞു കൂട്ടുകാരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പം നമ്മൾ മാത്സിലെ ഏത് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. കാട് ഞങ്ങളുടെ വീട് അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ജംഗിൾ ഓർ ഹൗസ്. ഈ ഒരു ചാപ്റ്ററിൽ നല്ല മനോഹരമായൊരു കാട് നമ്മൾ കണ്ടു അല്ലേ? നമ്മുടെ കിങ്ങിണിക്കാട് ഓർക്കുന്നുണ്ടോ? അപ്പം നല്ല പൂക്കളും നല്ല വലിയ വലിയ മരങ്ങളും ചെടികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല പച്ചപ്പുള്ള മനോഹരമായൊരു കാടല്ലേ? ആ കാട്ടിനുള്ളിൽ മൃഗങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒന്നിച്ച് കഴിയായിരുന്നല്ലേ? അപ്പം അവിടെ എന്താ സംഭവിച്ചത്? ഒരു പ്രശ്നം ഉണ്ടായല്ലോ അവിടെ. അവർ വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചേ? അവിടെ ഒരു കാട്ടാളൻ എത്തിയില്ലേ? അവിടെ ആരെത്തി? മുഖംമൂടിയൊക്കെ വെച്ചിട്ട് ഒരു കാട്ടാളൻ എത്തി. എന്തിനു വേണ്ടിയിട്ടാണ് ആ വേട്ടക്കാരൻ എത്തിയത്? ആ കാട്ടാളൻ എത്തിയത് എന്തിനു വേണ്ടിയിട്ടാ? കാടിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടല്ലേ? കാട്ടിലുള്ള മൃഗങ്ങളെയും എല്ലാം നശിപ്പിച്ച് കാട്ടിലുള്ള വൃക്ഷങ്ങളല്ലേ, വലിയ വലിയ മരങ്ങളൊക്കെ നശിപ്പിച്ച് ആ കാട് മൊത്തത്തിൽ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേട്ടക്കാരൻ വന്നിട്ടുള്ളത്. അപ്പം എന്താ ചെയ്തത്? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഓർക്കുന്നുണ്ടോ? എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? നമ്മുടെ കാട്ടിലെ രാജാവ് എണീറ്റു അല്ലേ? ആരാണ് നമ്മുടെ കാട്ടിലെ രാജാവ്? സിംഹം. ഈ വേട്ടക്കാരൻ വരുന്നതറിഞ്ഞിട്ട് നമ്മുടെ സിംഹം ഗർജിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. എന്നിട്ട് ആളൊരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം എടുത്തത്? കാടിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, കാടിനെ ആക്രമിക്കാൻ വേട്ടക്കാരനെ അനുവദിക്കരുത് എന്ന് ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ സിംഹം ഇങ്ങനെ കുതിച്ചു വന്നു അല്ലേ? എന്നിട്ടോ കാടിനെ സംരക്ഷിക്കാൻ വേണ്ടി കാവൽ ഭടന്മാരെ നിയമിക്കാൻ നമ്മുടെ സിംഹം തീരുമാനിച്ചു അല്ലേ? അതിനുവേണ്ടി ആരെയാണ് ഏർപ്പെടുത്തിയത്? ആരെയാണ് ആ ചുമതല ഏൽപ്പിച്ചത്? ഓർക്കുന്നുണ്ടോ? നമ്മുടെ കൊരങ്ങച്ചനെ അല്ലേ? അപ്പം കൊരങ്ങച്ചൻ ഈ ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടി കുറേ കാവൽ ഭടന്മാരെ ലിസ്റ്റ് തിരിച്ചെടുത്തു. അതിൽ നിന്ന് കുറച്ച് പേരെ നമ്മുടെ സിംഹം സെലക്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ? അതാരൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലേ? ഓർക്കുന്നുണ്ടോ? ആരൊക്കെ ഉണ്ടായിരുന്നു? കുറേ സിംഹങ്ങൾ ഉണ്ടായിരുന്നു, കുറേ കടുവകൾ ഉണ്ടായിരുന്നു, പിന്നെയോ കുറേ കഴുകന്മാരെ നിയമിച്ചു, പിന്നെ കുറേ ആനകളെ അല്ലേ? കാട്ടിലെ വലിയ മൃഗമായ കുറേ ആനകളെയും തിരഞ്ഞെടുത്തു. അപ്പോൾ ഇങ്ങനെ കാട്ടിൽ ഈ ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സിംഹത്തിനൊരു ഐഡിയ വന്നു. എല്ലാ ദിവസവും എല്ലാവരും കാവൽ ഭടന്മാരായിട്ട് പോയി കഴിഞ്ഞാൽ അവർ ക്ഷീണിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ഓരോ ദിവസവും ഇവരിൽ നിന്ന് ഒരു 50 പേരെ വീതം കാവൽ ഭടന്മാരായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ ഒരു ദിവസം 50 പേരാണെങ്കിൽ അടുത്ത ദിവസം അടുത്ത വേറെ 50 പേര്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും റെസ്റ്റ് എടുക്കാൻ അവസരവും കിട്ടും, എല്ലാവരും മടുക്കത്തുമില്ല. എങ്ങനെയുണ്ട് നമ്മുടെ സിംഹത്തിൻ്റെ ഐഡിയ? കൊള്ളാം അല്ലേ? അപ്പോൾ 50 പേരെ വെച്ചിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരേ ഗ്രൂപ്പിലുള്ളവരല്ല. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ആരെയൊക്കെയാണ് തിരഞ്ഞെടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സിംഹം ആരെയാ തിരഞ്ഞെടുത്തത് നോക്കിയേ? കടുവകളിൽ നിന്നും 16 പേരേതാ നമ്മുടെ സിംഹം അതിനു വേണ്ടി ആദ്യത്തെ ദിവസത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെയോ രണ്ടാമത്തെ ദിവസം 18 സിംഹങ്ങളെയും തിരഞ്ഞെടുത്തു. കണ്ടോ? 18 സിംഹങ്ങളെയും 16 കടുവകളെയുമാണ് ഈ 2 ദിവസങ്ങളിലായിട്ട് നമ്മുടെ സിംഹം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇവരുടെ കൂടെ ഇനി പെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ഇവരുടെ കൂടെ ഇനി എത്ര പേരും കൂടെ വരണം?
ആകെ 50 പേരാണ് വേണ്ടത്. ഇനി എത്ര പേരൂടെ വേണമെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും റെഡിയാണോ നോക്കാൻ? അപ്പം നമുക്ക് നോക്കാം അല്ലേ. അപ്പം നോക്കിക്കേ, കഴുകന്മാരെ 32 പേരുണ്ട്. പിന്നെയോ ആനകൾ 34 പേരുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മുടെ കടുവയുടെ കൂടെ ഇവരിൽ ആര് വേണമെന്ന് നോക്കിയിട്ട് കൂട്ടുകാർ പറഞ്ഞു തരുമോ? ഒന്ന് നോക്കിക്കേ, 16 കടുവകൾ ഓൾറെഡി ഉണ്ട്. 16 കടുവകളുണ്ട്. ഇനി ഈ 2 കൂട്ടരിൽ നിന്ന്, ആനയിൽ നിന്നും കഴുകന്മാരിൽ നിന്നും എത്ര പേരെ സെലക്ട് ചെയ്താലാണ് ഇവർ മൊത്തത്തിൽ 50 പേരാകുക? 50 പേര് മാത്രം മതി. കറക്റ്റ് 50 പേര് വേണം. 50 പേരിൽ കുറയാനും പാടില്ല, 50 പേരിൽ കൂടാനും പാടില്ല. അപ്പം നമുക്ക് നോക്കിയാലോ, 16 കടുവകളുടെ കൂടെ 34 ആനകളാണോ 32 കഴുകന്മാരാണോ വേണ്ടത്? അപ്പോൾ ഇവരിൽ ആര് വന്നാലാണ് ടോട്ടൽ 50 ആകുക എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ 16ൻ്റെ കൂടെ ഈ നമ്പേഴ്സിൽ ആരെയാണോ ആഡ് ചെയ്യുമ്പോൾ 50 കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പം നമുക്ക് നോക്കാം. എല്ലാവരും റെഡിയാണോ? അപ്പോൾ 16ൻ്റെ കൂടെ ആദ്യം ആര് വേണം? 16ൻ്റെ കൂടെ ആദ്യം ആര് വേണം എന്ന് നമുക്ക് നോക്കാം. 16 പ്ലസ് പിന്നെ ആരാ വേണ്ടത്? 32 വേണോ 34 വേണോ? ആദ്യം നമുക്ക് 32 കഴുകന്മാരെ കൂട്ടി നോക്കാം. ഓക്കെ, 32 നോക്കാം. ഓക്കെ, അപ്പോൾ 16 പ്ലസ് 32 ഒന്ന് കൂട്ടി നോക്കിക്കേ, എത്രയാ കിട്ടുക? എങ്ങനെ കൂട്ടുക? ആദ്യം ഒറ്റയുടെ സ്ഥാനത്തുള്ള ആൾക്കാരെ കൂട്ടണം അല്ലേ. വൺസിൻ്റെ പ്ലേസിൽ ആരൊക്കെയാണുള്ളത്? വൺസിൻ്റെ പ്ലേസിൽ 6ഉം 2ഉം അല്ലേ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് വേണം കൂട്ടി തുടങ്ങാൻ. അപ്പോൾ 6ഉം 2ഉം എത്രയാണ്? 6 + 2 എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. ഇനിയോ ഇവിടുത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലുള്ള ആൾക്കാരെ കൂട്ടണം അല്ലേ. 10ൻ്റെ സ്ഥാനത്ത് ആരൊക്കെയാണ്? 1ഉം 3ഉം. ഇനി 1ഉം 3ഉം കൂടെ കൂട്ടിയാൽ എന്താ? 3 + 1 എന്ന് പറഞ്ഞാൽ 4 ആണല്ലേ. 4 ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ആൻസർ എന്താ കിട്ടിയത്? 48 എന്ന് കിട്ടി. 48. 50 പേരായോ? ഇല്ല അല്ലേ, 50 പേരായിട്ടില്ല. 48 ആയിട്ടുള്ളൂ. 50ൽ കുറവാണ് ഇപ്പോൾ കിട്ടിയത്. പക്ഷേ നമ്മുടെ സിംഹരാജൻ എന്താ പറഞ്ഞത്? ഒരു ദിവസം ഉറപ്പായിട്ടും 50 പേര് വേണം എന്നാണ് നമ്മുടെ സിംഹം പറഞ്ഞത്. 50ൽ കുറയാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 16 കടുവകളുടെ കൂടെ 32 കഴുകന്മാരെ കൂട്ടാൻ പറ്റില്ല. ഇനി ആരാ ഉള്ളത്? ഇനി അവരുടെ കൂടെ പെയർ ചെയ്യാനുള്ളത് ആനകളാണ്. എത്ര ആനകളുണ്ടെന്ന് നോക്കിയേ, 34 ആനകളുണ്ട്. ഇതൊന്ന് നമുക്ക് നോക്കിയാലോ, ഇത് റെഡിയാകുമോ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ 16ൻ്റെ കൂടെ 34 നമുക്കൊന്ന് കൂട്ടി നോക്കാം. എല്ലാവരും റെഡിയാണോ? അപ്പോൾ മിസ്സിനൊപ്പം എല്ലാവരും ആഡ് ചെയ്ത് നോക്കണം കേട്ടോ. 16 + 34 കൂട്ടി തുടങ്ങിക്കേ. 6 + 4 എത്രയാണ്? 10 ആണല്ലേ. സോ 10ൽ 0 ഇവിടെ എഴുതി. ഇനി എന്ത് ചെയ്യും? റിമൈൻഡർ 1 അടുത്ത പ്ലേസിലല്ലേ, ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പേഴ്സിൻ്റെ മുകളിൽ എഴുതി വെക്കണം. ഇതെന്താണ്? റിമൈൻഡർ ആണ്, ശിഷ്ടമാണ്. ഇനി ഇതും കൂടെ ഈ ആൾക്കാരുടെ കൂടെ കൂട്ടണം അല്ലേ. അപ്പം എന്ത് വരും? 3 + 1 4, 4 + 1 ഈ റിമൈൻഡർ അതിൻ്റെ കൂടെ കൂട്ടണം. 4 + 1 5 കിട്ടിയില്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടിയത്? 50 എന്ന് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ സിംഹരാജൻ പറഞ്ഞതുപോലെയായി 50 പേരായിട്ടുണ്ടല്ലേ. അപ്പോൾ 16 കടുവകളുടെ കൂടെ 34 ആനകളും കൂടെ വന്നാൽ ഫസ്റ്റ് ഡേ ഓക്കെ ആകും. 50 പേരും ആകും അല്ലേ. യെസ്, അപ്പോൾ എല്ലാവരും നോക്കിക്കേ. അപ്പോൾ 16 കടുവകളുടെ പേരാരാണ്? 34 ആനകളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഫസ്റ്റ് ഡേയിൽ അല്ലേ, ആദ്യത്തെ ദിവസം കാവൽ ഭടന്മാരാകാനുള്ള 50 പേരായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? അടുത്ത ദിവസം
സെക്കൻഡ് ഡേയിൽ ആരെയൊക്കെ പെയർ ചെയ്യണം എന്നൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ആരാ സെക്കൻഡ് ഡേയിലുള്ളത്? സിംഹങ്ങൾ 18 പേരുണ്ട്. ഈ 18 സിംഹങ്ങളുടെ കൂടെ 32 കഴുകന്മാരാണോ 34 ആനകളാണോ പെയർ ചെയ്യേണ്ടത് വരേണ്ടതെന്ന് നോക്കുക. മൊത്തത്തിൽ അവരെത്ര പേര് വേണം? ഈ 18 സിംഹങ്ങളുടെ കൂടെ ഈ കഴുകന്മാരെയോ ആനകളെയോ നമുക്ക് ചേർക്കാം. പക്ഷേ അത് കൂട്ടുമ്പോൾ മൊത്തത്തിൽ എത്ര പേര് വേണം? 50 പേര് വേണം. അപ്പോൾ ആരെയാണ്, ആനകളാണോ കഴുകന്മാരാണോ നമ്മുടെ സിംഹങ്ങളുടെ കൂടെ വരുന്നതെന്ന് എല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടി നോക്കിയിട്ട് നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ ഇടണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കുഞ്ഞു കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്